വചനമൊഴി ഒക്ടോബർ 31. വചനഭാഗം വെളിപാട് 21:1-4, മത്തായിയുടെ സുവിശേഷം 24:15-24. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ദാനിയേൽ പ്രവാചകൻ പറഞ്ഞ വിനാശത്തിന്റെ മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തായിരിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ഗ്രഹിക്കട്ടെ. യൂദയായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ. പുരമുകളിലായിരിക്കുന്നവൻ വീട്ടിൽ നിന്നെന്തെങ്കിലും എടുക്കാൻ താഴേക്ക് ഇറങ്ങാതിരിക്കട്ടെ. വയലിലായിരിക്കുന്നവൻ മേലങ്കി എടുക്കാൻ പിന്തിരിയാതിരിക്കട്ടെ. ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതം. നിങ്ങളുടെ പലായനം ശീതകാലത്തോ സാപത്തിലോ ആകാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. എന്തെന്നാൽ ലോകാരംഭം മുതൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത, ഇനി ഉണ്ടാകാനിടയില്ലാത്ത ഉഗ്രപീഡനം അന്നുണ്ടാകും. ആ ദിവസങ്ങൾ ചുരുക്കപ്പെടുന്നില്ലെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ല. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി ആ ദിവസങ്ങൾ ചുരുക്കപ്പെടും. അപ്പോൾ ഇതാ മിശിഹ ഇവിടെ അല്ലെങ്കിൽ അവിടെ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം കള്ള മിശിഹാമാരും വ്യാജപ്രവാചകന്മാരും ഉണ്ടാകുകയും സാധിക്കുമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കത്തക്ക വിധം വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുകയും ചെയ്യും. ഈശോയിൽ സ്നേഹമുള്ളവരെ, ആദിമ സഭയിലെ സഹനങ്ങളുടെ പശ്ചാത്തലത്തിൽ, പീഡനങ്ങളുടെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട സുവിശേഷ ഭാഗമാണ് നാം ഇന്ന് ശ്രവിച്ചത്. റോമാക്കാരുടെ ആക്രമണത്തിൽ ആദിമസഭയിൽ വിശ്വാസികൾ പല വിധത്തിൽ പീഡനങ്ങളും സഹനങ്ങളും അനുഭവിക്കുകയും ജെറുസലേം പട്ടണത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഈശോ പറഞ്ഞിരുന്ന വചനങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് മത്തായി ശ്ലീഹ ആദിമസഭയെ ശക്തിപ്പെടുത്തുകയാണ്. മിശിഹായിലുള്ള വിശ്വാസത്തെ പ്രതി പീഡകൾ സഹിക്കേണ്ടി വരുമെന്ന കാര്യം, മിശിഹായിലുള്ള വിശ്വാസത്തെ പ്രതി പീഡകൾ സഹിക്കേണ്ടി വരുമ്പോൾ ജാഗ്രതയോടെ, വിശ്വാസ ദൃഢതയോടെ നിലനിൽക്കുവാനുള്ള സന്ദേശമാണ് തിരുവചനം പറയുന്നത്. സഹനങ്ങളുടെ നിമിഷത്തിൽ പല വിധത്തിലുള്ള വ്യാജ പ്രബോധനങ്ങളുണ്ടാകും, വ്യാജ മിശിഹാമാരുണ്ടാകും. വേണമെങ്കിൽ അടയാളങ്ങളും അത്ഭുതങ്ങൾ പോലും പ്രവർത്തിക്കുന്ന വ്യാജ മിശിഹാമാരും വ്യാജ പ്രബോധകരും ഉണ്ടാകും. അപ്രകാരമുള്ള വ്യാജ പ്രബോധനങ്ങളിലൊന്നും വീഴാതെ ജാഗ്രതയോടെ, വിശ്വസ്തയോടെ വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുവാനുള്ള സന്ദേശമാണ് സുവിശേഷം നൽകുന്നത്. നമുക്കും കഷ്ടതകളും സഹനങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ, വിശ്വാസത്തെ ചഞ്ചലചിത്തമാക്കുമ്പോൾ, ത്യാഗങ്ങളും സഹനങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ, വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, വ്യാജ പ്രബോധനങ്ങളിൽ വീഴാതെ ശരിയായ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ, ത്യാഗങ്ങളും സഹനങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ വിശ്വാസം ഉപേക്ഷിച്ച് ഓടിപ്പോകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ നമുക്കും സാധിക്കണമെന്ന് തിരുവചനം നമ്മോട് പറയുന്നു. ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും, ചഞ്ചലചിത്തമാകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും, വിശുദ്ധിയിൽ ജീവിക്കുവാനും നമുക്കും പരിശ്രമിക്കാം. ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.